ഈ അറിവുകൾ എല്ലാ വീട്ടമ്മമാരിലും ആദ്യം എത്തണം. കാരണം വാസ്തുബലം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് വീട്ടമ്മമാരാണ്. ഒരുപാട് വീടുകളിൽ പടിഞ്ഞാറ് സെപ്റ്റിക് ടാങ്കോ കിണറോ വേസ്റ്റ് വാട്ടർ ടാങ്കോ ഉള്ള വീടുകളിൽ, അതേപോലെ തെക്ക് കന്നിയിൽ കുഴിയുള്ള സ്ത്രീകള്. നമസ്കാരം, ഞാൻ അശ്വിനി. വാസ്തുപരമായിട്ട് മറ്റൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ പതിവ് പോലെ ആസ്ട്രൽ തങ്കച്ചൻ സാറും ഉണ്ട്. സാർ നമസ്കാരം. നമസ്കാരം സാർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആയിട്ട് നമ്മൾ മുക്കിനെ കുറിച്ചിട്ടും അതിൻ്റെ മിസ്സിങ്ങിനെ കുറിച്ചിട്ടും നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് കന്നിമൂലയെ കുറിച്ചിട്ട് സംസാരിക്കാം. കന്നിമൂലയിൽ വരുന്ന മിസ്സിങ്ങിനെ കുറിച്ചിട്ട് എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഓക്കെ, അപ്പൊ 4ാമത്തെ മൂല കംപ്ലീറ്റ് ആവുന്നു. അതെ, അതായത് ഈശാന്യം എടുത്തു. വേറൊരു എപ്പിസോഡിൽ ആഗ്നേയത്തിനെ കുറിച്ച് പറഞ്ഞു, വായുവ്യ മിസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത് കന്നിമൂല. കന്നിമൂല വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കന്നിമൂലയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞതുപോലെ കന്നിമൂലയിലാണ് മിസ്സിങ് എന്നുണ്ടെങ്കിൽ, അതായത് ഉൾവലിഞ്ഞു എൽക്കട്ട് കന്നിമൂലയിലാണെന്നുണ്ടെങ്കിൽ, കന്നിയുടെ പ്രശസ്തി എന്താ? ഉത്ഭവം, ഭൂമി. കന്നിമൂല പ്രധാനം ചെയ്യുന്നത് ഭൂമി എന്നുള്ള ഭൂതമാണ്. നിലം, നെരുപ്പ്, ആകാൻ, കാറ്റ്. അതായത് നിലം എന്നുള്ളത് ഭൂമിയായിട്ട് സങ്കല്പിക്കാം. നിലം, ഭൂമി. അപ്പൊ കന്നി ഉദ്ദേശിക്കുന്നത് ഭൂമിയാണ്. അപ്പം ഭൂമിയിൽ മറ്റൊരു അർത്ഥമുണ്ട്, ഉത്ഭവം. ഉത്ഭവിക്കുന്ന എവിടെയാ? ഭൂമിയിലാകും. അപ്പം അവിടെ ഉത്ഭവം എന്നുള്ളൊരു അർത്ഥം കൂടെ നമ്മൾ എടുക്കുക. അപ്പൊ കന്നിമൂല കുറയുന്നുണ്ടെങ്കിൽ ഉത്ഭവം കുറയുന്നു. അപ്പം ഉത്ഭവം എന്ന് എടുക്കുമ്പോൾ നമ്മുടെ ധനപരമായ ഉത്ഭവം, അവിടെ അതിനേക്കാൾ കൂടുതൽ ബോഡി പാർട്ട് വരുന്നത് മർമ്മസ്ഥാനങ്ങളാണ്. യോനി തലങ്ങളും മർമ്മസ്ഥാനങ്ങളും ഒക്കെയാണ്. മർമ്മസ്ഥാനങ്ങൾ വിശദമായിട്ട് എല്ലാവർക്കും അറിയാം. അപ്പോ അവിടെ ആ മർമ്മസ്ഥാനങ്ങളിലൂടെയുള്ള ഉത്ഭവം, അതായത് നമ്മുടെ വിവാഹത്തിന് ശേഷമുള്ള ശാരീരിക ബന്ധങ്ങളും അതിലൂടെ ഉടലെടുക്കുന്ന പുത്രഭാഗ്യങ്ങളും അതിലൂടെ ഉടലെടുക്കുന്ന ജീവിത മുന്നേറ്റങ്ങളും, അതും ഒരു ഉത്ഭവമാണ്, ധനപരമായ മുന്നേറ്റം. അപ്പൊ ധനത്തിന്റെ ഉത്ഭവം, പിന്നെ അതിന്റെ മുന്നേറ്റം. കാരണം ഉത്ഭവിച്ചാണ് വളരുന്നത്, ഭവിച്ചാണ് വളരുന്നത്. അപ്പൊ അത് ഭൂമി. അപ്പൊ ഇതെല്ലാം നമ്മൾ അതിനകത്ത് കൊണ്ടുവരണം. അപ്പൊ അവിടെയാണ് കുറവെങ്കിൽ ഇതെല്ലാം കുറയും. ഇപ്പൊ കന്നിമൂല മിസ്സാകുന്ന ഭാഗങ്ങളിൽ സമാന്തരമായി കന്നിമൂലയിൽ ഒരു ബെഡ്റൂം, കന്നിമൂല മിസ്സായി അവിടെ ഒരു ബെഡ്റൂമും അതിന്റെ പിന്നിൽ ഒരു താഴ്വാരമോ അല്ലെങ്കിൽ ഒരു കിണറോ അല്ലെങ്കിൽ ഒരു സെപ്റ്റിക് ടാങ്കോ ഒക്കെ ഉള്ള വീടുകൾ 100% അല്ലെങ്കിൽ അതിനൊരു 1000% ഉണ്ടെങ്കിൽ 1000% അവർക്ക് ഒരു വീടേ പാടുള്ളൂ. വേറൊരു വാസ്തുയോഗ്യമായ പ്രോപ്പർട്ടി ഇല്ല ഈ ലോകത്തിൽ. അവർക്ക് ഈ ഒരു ഒറ്റ വീടേ ഉള്ളൂ. അവിടെ കന്നിമൂലയിൽ സെപ്റ്റിക് ടാങ്ക്, അല്ലെങ്കിൽ കന്നിമൂലയിൽ ഒരു കുഴി, കന്നിമൂല മിസ്സിങ്, കന്നിമൂല താഴ്വാരം. ഇത് ഏതെങ്കിലും, അവർക്ക് വേറെ പ്രോപ്പർട്ടിയും പാടില്ല. ഇത് ആ കുടുംബങ്ങൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. അവർക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നിട്ട് പോലും അത് വെളിപ്പെടുത്താൻ കഴിയാത്ത വണ്ണം നിർഭാഗ്യം പേറി ഈ ലോകത്ത് എന്തൊക്കെ ദുരന്തമുണ്ട് ഒന്നുപോലും വിടാതെ അവർ പേര് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ജസ്റ്റ് പശുവിനെ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക്, ഒരു കല്യാണത്തിനോ മറ്റെവിടെയെങ്കിലും പോകുന്ന വഴിക്ക് ഒരു കന്നിമൂലയിൽ കിണറുള്ള വീട് നോക്കുക. അവർക്ക് മറ്റു പ്രോപ്പർട്ടികൾ പാടില്ല. ഈ ഒരൊറ്റ ഒരു ലോകത്തിൽ അവർക്ക് ഈ ഒരൊറ്റ വീടുള്ള കുടുംബത്തിനെങ്കിൽ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്ന് അന്വേഷിച്ച് നോക്കുമ്പം വളരെ വളരെ ദുഃഖം അവരുടെ കാര്യങ്ങളൊക്കെ. ഒരുപാട് പ്രോപ്പർട്ടികൾ കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ കന്നിമൂല. അതായത് വായുമൂലയും ആഗ്നേയവും ഈശാന്യത്തിലും അങ്ങനെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള കാരണമുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നത് കന്നിമൂലയിൽ കിണറുള്ളവരാണ്. ഞാൻ എപ്പോഴും പറയേണ്ടത്, സമ്പത്തിനെ ഇതിനകത്ത് കൊണ്ടുവരരുത്. മറ്റ് ദൗർഭാഗ്യങ്ങളെയും ലാഭനഷ്ടങ്ങളെയും ഇതിനകത്ത് കൊണ്ടുവരാം. മനസ്സിലായില്ലേ? അപ്പം വലിയ പണക്കാര വീട്ടിൽ ഈ സംവിധാനം ഉണ്ടെന്നേ. കന്നിമൂലയിൽ കിണറുള്ള വലിയ തറവാടികളുണ്ട്. അവരുടെ ആ തറവാടിന് അന്നത്തെ വളർച്ചയ്ക്ക് ഏറ്റ റീച്ചിങ് ഇപ്പൊ ഇല്ല. എന്നാൽ അവർ ജീവിക്കുന്നു സമൂഹത്തിന് മുന്നിൽ. അവർക്ക് കാറുണ്ട്, അവർക്ക് ആഭരണങ്ങളുണ്ട്, അവർക്ക് ജോലിയുണ്ട്. പക്ഷെ അവരോട് പേഴ്സണലായിട്ട് ചോദിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ അവർ നിർഭാഗ്യവരാ. അത് ചെറുതിനും വലുതിനും പൊരുതും. അപ്പൊ കന്നിമൂല എന്ന് പറഞ്ഞ ഉത്ഭവം, ഭൂമി, കാരകത്വം. അവിടെ മർമ്മസ്ഥാനങ്ങൾ ശരീരമായിട്ട് ബന്ധപ്പെടുത്താം. അപ്പൊ മർമ്മസ്ഥാനങ്ങൾ എന്നുള്ള യോനീതലങ്ങളിലൂടെയുള്ള ഉപയോഗങ്ങൾ, അതിലൂടെ ഉണ്ടാകുന്ന പുത്രഭാഗ്യങ്ങൾ, അല്ലെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന ഇതിലെല്ലാത്തിനും അവിടെ കുറവുണ്ടാവും. കാരണം കന്നിമൂല കുറയുമ്പോൾ അത് ഇവിടെയും കുറയും. മനസ്സിലായില്ലേ? അപ്പൊ കൂടുതലും തെക്കേ കന്നിയാണ് മിസ്സിങ് എന്നുണ്ടെങ്കിൽ അത് സ്ത്രീകളെ ബാധിക്കുന്നു. പടിഞ്ഞാറേ കന്നി പുരുഷന്മാരെ ബാധിക്കുന്നു. ഇത് കേട്ടപ്പോൾ മറ്റൊരു കോമഡി തന്നെ എന്ന് പറയാൻ വേണമെങ്കിൽ, കാരണം നമ്മുടെ ഒരു ഫോൺ കോൾ, എനിക്ക് തോന്നുന്നു അത് ഇൻബോക്സിൽ ഉണ്ടായിരുന്നു തോന്നുന്നു ആ ചോദ്യം. അതായത് കന്നിമൂലയെന്നല്ലേ ഉള്ളൂ, ഇദ്ദേഹം ഇത് എവിടെ നിന്ന് വന്നതാ, തെക്കേ കന്നി പടിഞ്ഞാറേ കന്നി എന്ന്. അപ്പൊ എനിക്ക് വളരെ രസകരമായി തോന്നി. കാരണം വേറൊന്നുമല്ല, കന്നി എന്നുള്ളത് 2 ദിക്കുകളുടെയും കോർണറിനെയാണ് നമ്മൾ കന്നി എന്ന് പറയുന്നത്. പക്ഷേ ആ കന്നിയുടെ തെക്കേ ഭാഗത്തിന് തെക്കേ കന്നി എന്നേ പറയുള്ളൂ. കാരണം ബോക്സ് ഫുള്ളായിട്ട് കന്നി പ്രദേശങ്ങളാണ്.
അപ്പോൾ ആ പൊസിഷൻ വേർതിരിയുന്നത് ആ കോർണർ സിഗ്നലിന്റെ വലത് സൈഡ് സിഗ്നലിന്റെ ഇടത് സൈഡ് എന്നല്ലേ പറയുള്ളൂ, അല്ല സിഗ്നൽ എന്ന് പറഞ്ഞാൽ മതിയാവൂ. അപ്പോൾ തെക്കേ ഭാഗം കന്നിമൂലയിൽ വരുന്ന തെക്കേ ഭാഗം സ്ത്രീകളെ ഉദ്ദേശിക്കുന്നു, കന്നിമൂലയിൽ വരുന്ന പടിഞ്ഞാറേ ഭാഗം പുരുഷന്മാരെ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമ്മൾ ഫലമെടുക്കുമ്പോൾ തെക്ക് ഭാഗത്താണ് കിണർ നിൽക്കുന്നു, കന്നിമൂലയിൽ തെക്ക് ഭാഗത്താണ് ആ കിണർ നിൽക്കുക. കന്നിമൂല ഞാൻ മൂല മാത്രമല്ല കേട്ടോ, ഒരു ചതുരത്തിനെ 4ആയി തിരിക്കുമ്പോൾ അതിൽ കന്നി ചതുരം മുഴുവനും കന്യ. അപ്പോൾ ആ കോർണറിൽ നിന്ന് തെക്കിലോട്ടാണ് ആ കുഴിയെങ്കിൽ അവിടെ സ്ത്രീകളായിരിക്കും അതിലൂടെ ബാധിക്കുക. ആ കോർണറിൽ നിന്ന് പടിഞ്ഞാറോട്ടാണ് കുഴിയാണെങ്കിൽ അവിടുത്തെ പുരുഷന്മാരാണ് ബാധിക്കുക. ഒരുപാട് വീടുകളിൽ പടിഞ്ഞാറ് സെപ്റ്റിക് ടാങ്കോ കിണറോ വേസ്റ്റ് വാട്ടർ ടാങ്കോ ഉള്ള വീടുകളിൽ പുരുഷന്മാരെ അകാരണമായി ബാധിക്കും. പക്ഷെ ഇന്നത്തെ സംസ്കാരവും വിദ്യാഭ്യാസവും കൊണ്ട് നമ്മളൊന്നും പുറത്ത് നമുക്ക് അറിയാൻ വളരെ സാധ്യത കുറവാണ്. പക്ഷെ അവരുടെ ഉള്ളിലോട്ട് ഒരു ടെക്നീഷ്യൻ എന്നുള്ള നിലയ്ക്ക് ആ വീട്ടിലോട്ട് കയറി അവരുടെ പ്രശ്നങ്ങൾ അറിയുന്നൊരു ഞാനാണ്. ഒരുപക്ഷെ ആ വീടിന്റെ അയൽവാസിക്ക് പോലും അദ്ദേഹം അനുഭവിക്കുന്ന ദുഃഖമോ അദ്ദേഹം അനുഭവിക്കുന്ന ഈ ഫെയിലിയേഴ്സോ അറിയില്ല. ചിലപ്പോൾ കുട്ടികൾക്ക് വരുമാനം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വൈഫിനൊരു ജോലി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതിൽ കൃഷി മറ്റെന്തെങ്കിലും ഉണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിനുണ്ടാകുന്ന ഒരു വൈകല്യവും അല്ലെങ്കിൽ അവരുടെ ആ തോൽവിയെക്കുറിച്ചുള്ള അവരുടെ ചിന്തകളൊക്കെ വളരെ വലുതാണ്. പടിഞ്ഞാറ് കുഴിയുള്ളവർ, അതേപോലെ തെക്ക് കന്നിയിൽ കുഴിയുള്ള സ്ത്രീകൾ അകാരണമായിട്ട് അവരുടെ ഫാമിലിയിൽ ഫെയിൽ ആവുന്നു. മനസ്സിലല്ലേ? അപ്പം ഈ കന്നിമൂലയെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അതിന്റെ എഫക്ട് അറിയാൻ പറ്റും നമുക്ക്. ഇപ്പൊ നമ്മൾ വായുമൂലയില് കാലങ്ങളായിട്ട് മെല്ലെ 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 അത് പരിണമിക്കപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നത്. നമുക്കത് പ്രശ്നമാണ്, നമ്മളെ തളർത്താൻ പോകുന്ന പ്രശ്നമാണ്, നമുക്ക് തിരിച്ചറിയത്തില്ല. ഇപ്പം ആഗ്നേയത്തിലൊരു പ്രശ്നം സംഭവിക്കുന്നുണ്ടെങ്കിൽ ചില വർഷങ്ങൾക്ക് ശേഷം ഇന്ന് സ്റ്റാർട്ടായ പ്രശ്നത്തിലൂടെ ഇതിന് വലിയൊരു വില നമ്മൾ കൊടുക്കേണ്ടി വരും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയത്തില്ല. നമ്മൾ കെയർലെസ് ആയിട്ട് വിടുന്നു. പക്ഷെ കന്നിമൂലയിലുള്ള ഫോൾട്ട് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി തിരിച്ചറിയാൻ പറ്റും. ഇപ്പം ഇതിനെ എതിർക്കുന്ന ആർക്കെങ്കിലും ഇത് ചെയ്തു നോക്കാം. നിങ്ങൾ വേറെ ഒന്നും വിശ്വസിക്കണ്ട. ഒരു കന്നിമൂലയിൽ കിണറുള്ള വലിയൊരു കിണറുള്ള ഒരുപാട് വീടുകളുണ്ട്. കന്നിമൂലയിൽ കിണറുള്ള ഒരു വീട്ടിനകത്ത് ഒന്ന് വാടകയ്ക്ക് താമസിച്ചു നോക്കൂ. അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ഈശാന്യത്തിലുള്ള കിണർ മൂടി കന്നിമൂലയിൽ വലിയൊരു കിണർ വെച്ച് നോക്കൂ. എല്ലാം ഒന്നാ, എനർജിക്ക് എല്ലാം ഒന്നാ. മനസ്സിലായി? അപ്പം അത് കുറച്ചുകൂടെ എന്നോട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, സർ ഇത്രയും ഡീറ്റെയിലിൽ കുറച്ചുകൂടെ നിങ്ങൾ സംസാരിക്കണം. ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ തെറ്റിദ്ധരിക്കപ്പെട്ട് വാസ്തു മറ്റെന്തോ ആണെന്ന് സഞ്ചരിക്കുന്നു. ഒരുപാട് ആൾക്കാർ എന്നോട് പറയാറുണ്ട്, സർ ഇതിനെ വളരെ ഇത് ഞങ്ങളുടെ അനുഭവ രീതിയിൽ ഇത് ശരിയാണ്, സാർ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കണം എന്ന് ഒരുപാട് ആൾക്കാർ പറയും. ഞാൻ ഈ ക്ലാസ്സിന് രണ്ടാമതും സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഈ ക്ലാസ് മടുത്ത് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു അടുത്ത്. കാരണം ഓൺലൈനിൽ ഞാൻ എടുക്കില്ല. എനിക്ക് കുറച്ച് കാശ് കൂടുതൽ കിട്ടുമായിരിക്കും, പക്ഷെ ഓൺലൈൻ എനിക്ക് വേണ്ട. കാരണം അവർക്കത് മനസ്സിലാവില്ല. ഓൺലൈനിൽ നേരിട്ട് വന്നിരുന്ന് അതിനെ പഠിക്കുകയും പേപ്പറിൽ വരയ്ക്കുകയും ആ പൊസിഷൻസ് കോമ്പോസ് ചെയ്ത് മനസ്സിലാക്കുകയും കുറച്ച് ദൂരം യാത്ര ചെയ്യുമ്പോൾ മാത്രമേ വാസ്തു ക്ലിയർ ആയിട്ട് വരുള്ളൂ. അപ്പം ഇപ്പോഴെല്ലാവരും പറഞ്ഞ് തിരിച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറിവുകൾ എല്ലാ വീട്ടമ്മമാരിലും ആദ്യം എത്തണം. കാരണം വാസ്തുബലം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് വീട്ടമ്മമാരാണ്. ഈ പൊസിഷൻസ് പറഞ്ഞില്ലേ, സ്ത്രീയെ ബാധിക്കുന്ന പുരുഷനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, യുവജനങ്ങളെ ബാധിക്കുന്നതും യുവജന സ്ത്രീകളെ ബാധിക്കുന്ന, ഇങ്ങനെ ഓരോന്നും ഞങ്ങൾ ഡിഗ്രി ബേസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ അതിവേഗ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ ആർക്കും സമയമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കൂടുതലും വാസ്തു പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ജീവിക്കുന്നത് പുറത്ത് അവരുടെ വീട്ടിൽ ഈ സത്യങ്ങൾ അവർ അനുഭവിക്കുന്നു, അവർക്കത് മനസ്സിലാവുന്നു. കാരണം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇൻറ്റ്യൂഷൻ ഉണ്ട്. ഒരു വീട് നടത്തുന്നത് തന്നെ സ്ത്രീയാണ്. സ്ത്രീ അല്ലാതെ ഒരിക്കലും എവിടെയും പൂർണ്ണമാവില്ല. സ്ത്രീ തന്നെയാണ് എല്ലാം. മനസ്സിലായില്ലേ? ഭൂമിയെ സ്ത്രീയാ. മനസ്സിലായി? അപ്പോൾ അവർക്ക് ഈ പ്രശ്നം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ അവരുടെ വീട്ടിലത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആദ്യം സംസാരിച്ചതിൽ വളരെ നിസ്സാരമായിട്ട് ഇതൊക്കെ ഇന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് ചോദിച്ചാൽ നീ വലിയ വലിയ കുഴികളിലോട്ട് ചാടിക്കൊണ്ടിരിക്കുക. കുഴിയാണെന്ന് അറിഞ്ഞിട്ട് ഹെൽമെറ്റും ഷൂസും ഒക്കെ ഇട്ടിട്ട് ചാടുക. അപ്പോൾ ഈ അമ്മമാർക്ക് ഈ സഹോദരിമാർക്ക് ഇത്തരം സത്യങ്ങൾ ഭാഗ്യവശാൽ അവർ ഉണരുന്നു. പക്ഷെ അവർക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത പല വീടുകളും എനിക്കറിയാം. ഒരുപാട് ആൾക്കാർ എന്നോട് പറയുന്നുണ്ട്, എനിക്കിതൊക്കെ അറിയാം, സത്യമാണ്, ഞാൻ അനുഭവ രീതിയിൽ സത്യമാണ്, ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിച്ചത്. പക്ഷേ പുള്ളിക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുന്നു എന്തോരം ആൾക്കാർ പറയുന്നു. അപ്പം ഞാനതൊരു കർമ്മ എന്നുള്ള രീതിയിൽ എടുക്കുന്നുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കാനാണ് അടുത്ത കാലത്ത് ആൾക്കാർ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ശക്തമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, വാസ്തു ഒരു ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് വാസ്തു ഒരു പ്രധാന ഘടകമാണ്. എല്ലാ രീതിയിലുള്ള ബുദ്ധിയും മറ്റുള്ള സാങ്കേതിക വിദ്യകളും നമുക്കുണ്ടെങ്കിൽ പോലും ഇതിനെയും കൂടെ ചേർത്ത് പിടിക്കൂ. കുറച്ചുകൂടെ സുഗമമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിത രീതികൾ മെച്ചപ്പെടുത്താനും പറ്റും. കാരണം ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക്, ഒരു സ്റ്റുഡൻറ് എന്നുള്ള നിലയ്ക്ക് എപ്പോഴും ഗുരുക്കൾ എപ്പോഴും ഫെയിലിയേഴ്സ് ആയിരിക്കും. അറിയാം, ഇപ്പം ഞാൻ പല വീട്ടിലും പോകാറുണ്ട്. പല വീടുകളിലും പോയാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്.
ഇത് ഞങ്ങളുടെ ഒരു പാർട്ട് ടീച്ചേഴ്സ് ലെസണിൽ വരുന്ന അതിൻ്റെ ഒരു പാർട്ടായത്. കാരണം നമ്മൾ വാസ്തു നോക്കാൻ പോകുന്ന വീട് ഒരു ചെറിയൊരു ബ്ലെസ്സിങ്ങോടെ ഞാൻ അവിടെയും ബ്ലെസ് ചെയ്ത് ഞാൻ സ്വയം ബ്ലെസ് ചെയ്ത് ഞാൻ ഇറങ്ങുന്നത്. പക്ഷേ എങ്കിലും എനിക്കത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് എനിക്ക്. പക്ഷെ അതിന് മറ്റു രീതികളിൽ നമ്മളത് ചെയ്യുന്നുണ്ട്. അതും ഒരു ഗുരുശിഷ്യ ബന്ധത്തിലൂടെ വരുന്ന മെസ്സേജ്. പക്ഷേ ആ വീടിന്റെ എനർജി അവിടെ നിൽക്കുന്ന 1-2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൃത്യമായി ഞാനത് അനുഭവിക്കുന്നുണ്ട്, ആ വീടിന്റെ എനർജി. കാരണം ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും, ഞങ്ങളുടെ പോലത്തെ സ്റ്റുഡൻസിന് ആ വീട് ഉണർത്തുന്ന എനർജി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ തിരിച്ചറിയാതെ ആ വീട്ടിലുള്ള ആൾക്കാർ അത് അനുഭവിച്ച് ജീവിതത്തിന്റെ പല മുഖ്യമായിട്ടുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുള്ള സത്യമാണ് ഞാൻ ഈ തുറന്നു പറയുന്നത്. മനസ്സിലായി? ഇത് കേൾക്കാനും വിശ്വസിക്കാനും അതിനും ഒരു കർമ്മ സഹായിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾ വാസ്തുവിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിന് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താം. ഗ്യാരണ്ടിയാണ്. ഒരു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിന് തുല്യനീതിയില്ല, പക്ഷെ വാസ്തുവിന് തുല്യനീതിയാണ്. ചെയ്താൽ കിട്ടും. കാരണം അത് തരുന്ന വാഗ്ദാനം സൂര്യനാണ്, കൺകണ്ട ദൈവം. എല്ലാ ദിവസവും നമുക്ക് കാണാൻ കഴിയുന്ന സൂര്യൻ. ആ സൂര്യൻ തരുന്ന വാഗ്ദാനമാണ് വാസ്തു ഐശ്വര്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാസ്തുപരമായിട്ട് നിങ്ങളുടെ കൂടുതൽ സംശയങ്ങൾക്കും അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിലും സാറിന് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ ബന്ധപ്പെടാം. സാറിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം.